യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 13-ാമത്തെ അധ്യായം ഒന്നുകൂടി 14 വരെയുള്ള വാക്യങ്ങളിലെ ചില വ്യാഖ്യാനങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ എന്ന് വിചാരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം ഒന്നുകൂടി 14 വരെ. ഒന്നാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുകയാണ്, ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു പറഞ്ഞു. അപ്പോൾ ദിവസം ഏതാണെന്ന് നമ്മൾ കണക്ക് കൂട്ടണം. പെസഹ തിരുനാളിന് മുമ്പുള്ള ദിവസമാണ് പാദം കഴുകുക. ഒരുക്കത്തിന്റെ സമയത്താണ് ഇത് കഴുകുന്നത് എന്ന് സാരം. അല്ലെങ്കിൽ പെസഹായ്ക്ക് തൊട്ട് മുമ്പാണ് ഇതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത്. അല്ലെങ്കിൽ ഒരുക്കമായിട്ട് ദിവസം കണക്കൂട്ടാൻ പറ്റില്ല, അതിന് ഒരുക്കത്തിന് മുമ്പായിട്ടാണ് യേശുവിൻ്റെ ഈ കാര്യം നടക്കുക. അപ്പൊ അതായത് അത്താഴ സമയത്ത് എഴുന്നേറ്റു എന്നൊരു വചനധ്വനി ഉണ്ടെങ്കിലും അത് ആ ഒരുക്കങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ അതിന് വായിച്ചെടുക്കേണ്ടതെന്ന് സാരം. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ്, സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു പറഞ്ഞു. ഈ സമയമാകുക, യേശുവിന്റെ സമയം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ. ലൂക്കയുടെ സുവിശേഷത്തിൽ ഒരു പ്രാവശ്യമേ വരുന്നുള്ളൂ, പക്ഷെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പലവട്ടം വരുന്നുണ്ട് യേശുവിന്റെ സമയം. അങ്ങനെ ഒരു സമയമുണ്ടോ? അങ്ങനെ സമയമുണ്ട്. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ അത് ആവർത്തിച്ച് പറയണത്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 2-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിലും 7-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യത്തിലും 8-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിലും 12-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിലും 12-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിലും 17-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലും ഒക്കെ യേശുവിന്റെ സമയത്തെക്കുറിച്ച് യോഹന്നാൻ പറയുകയാണ്. യേശുവിന്റെ സമയം ഏതാ? യേശുവിന്റെ സമയം എന്ന് പറയുന്നത് അവന്റെ സഹന മരണ ഉത്ഥാനങ്ങളിലൂടെയുള്ള മഹത്വീകരണത്തിന്റെ സമയമാണ്. അതായത് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാകുന്ന നിമിഷം ആണ് ക്രിസ്തുവിന്റെ സമയം. അതായത് അവന്റെ പൂർണ്ണത എന്ന് പറയുന്നത് ദൈവത്വവും മനുഷ്യത്വവും അതിന്റെ പൂർണ്ണതയിലെത്തുക എന്നുള്ളത്. അത് പൂർണ്ണതയിലെത്തുന്ന സമയമാണ് യേശുവിന്റെ സമയം ഒരർത്ഥത്തിൽ. രണ്ടാമത്തെ അർത്ഥത്തില് അത് അവന്റെ മഹത്വത്തിന്റെ പരമോന്നതയിലേക്ക് എത്തുന്ന സമയമാണ്. മൂന്നാമത്തെ അർത്ഥത്തില് അത് ആ മഹത്വത്തിലേക്ക്, ദൈവമഹത്വത്തിലേക്ക് അവൻ എത്തുന്നത് സഹനത്തിലൂടെയാണ്. അപ്പൊ ഈ ചുരുക്കി പറഞ്ഞാല് സഹനത്തിലൂടെയുള്ള മഹത്വീകരണമാണ് അവന്റെ സമയം. നമ്മുടെ സമയം ഏതാ? നമ്മൾ പലപ്പോഴും ഈ ഒരു പ്രയോഗം നടത്താറുണ്ട്, ഇത് അവന്റെ സമയം. ചിലര് ഒരുപാട് കാശുണ്ടാക്കുമ്പോൾ അപ്രതീക്ഷിതമായ ബിസിനസ്സിൽ വളർച്ച അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ വളർച്ച ഉണ്ടാകുമ്പോൾ പറയും ഇത് അവന്റെ സമയം അല്ലെങ്കിൽ അവളുടെ സമയം. ഏതെങ്കിലും വാചക കസരത്തിൽ 4 പേര് കൂടിയിരിക്കുമ്പോൾ ഒരാൾ അല്ലാണ്ട് ഷൈൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പറയും ഇത് അവന്റെ സമയം. പക്ഷേ യോഹന്നാൻ യേശുവിന്റെ സമയത്തെ വിലയിരുത്തുന്നത് അത് അവൻ 4 പേരുടെ മുമ്പിൽ ഷൈൻ ചെയ്ത് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ കയ്യടി കിട്ടുമ്പോഴോ ഒന്നുമല്ല. നേരെ മറിച്ച് അവൻ സഹനത്തിലൂടെ കടന്നുപോയി മഹത്വത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത ഒരുങ്ങുമ്പോഴാണ് ദൈവത്തിന്റെ സമയമാണ്. അപ്പോൾ ഞാൻ ജീവിക്കുന്നത് ദൈവത്തിന്റെ സമയത്തിലാണോ എൻ്റെ സമയത്തിലാണോ? അതുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഞാൻ ജീവിക്കുന്നത് ദൈവത്തിന്റെ സമയത്തിലാണോ അതോ എൻ്റെ സമയത്തിലാണോ? എൻ്റെ സമയത്തിലാണെങ്കിൽ ഞാൻ ലൗകികമായ നന്മയും പുരോഗതിയും ഒക്കെ ആഗ്രഹിക്കും, അതിൻ്റെ പുറകെ പോകും, അത് നേടുകയും ചെയ്യും. അതെൻ്റെ സമയം. ദൈവത്തിന്റെ സമയമാണെങ്കിൽ നേരെ മറിച്ച് സഹനത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നടപടിയായിരിക്കും ഞാൻ എടുത്തത്. അപ്പോൾ എൻ്റെ ത്യാഗങ്ങളിലൂടെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണെങ്കിൽ ഞാൻ ജീവിക്കുന്നത് ദൈവത്തിന്റെ സമയത്തിലാണ്. അതേസമയം എൻ്റെ പുരോഗതിയും എൻ്റെ ലക്ഷ്യങ്ങളുമാണ് സഫലീകരിക്കുന്നതെങ്കിൽ, അങ്ങനെ സഫലീകരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും അധ്വാനവുമെങ്കിൽ ഞാൻ ജീവിക്കുന്ന എൻ്റെ സമയത്തിൽ. അപ്പൊ എൻ്റെ സമയത്തിൽ നിന്ന് ദൈവത്തിന്റെ സമയത്തിലേക്ക് മാറുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 1-ാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുകയാണ്, തനിക്ക് സ്വന്തമായുള്ളവരെ, ഈ ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു. വെറുതെ സ്നേഹിക്കുകയല്ല, അവസാനം വരെ സ്നേഹിച്ചു എന്നാ പറയും. എന്താ ഈ അവസാനം വരെ ഉള്ള സ്നേഹം? അത് അവന്റെ അവസാനം വരെയല്ല, ശിഷ്യന്മാരുടെ അവസാനം വരെയല്ല. അവസാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക പരിധിയില്ലാത്ത സ്നേഹം കൊടുത്തു എന്ന്. പരിധിയില്ലാത്ത സ്നേഹം കൊടുത്തു. പരിധിയുള്ള സ്നേഹമായിരുന്നെങ്കിൽ
ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ എന്നെ ഒറ്റ കൊടുക്കാനിരിക്കുന്നവനാണ് എൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് തോന്നിയാൽ ഞാൻ അവനെ പറഞ്ഞ് വിടും. പക്ഷെ യൂദാസിനെ യേശു പറഞ്ഞു വിട്ടില്ല. പരിധിയില്ലാതെ അവനെയും സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഈ അവസാനം എന്ന് പറയുന്ന സമയത്തിന്റെ അടിത്തറയിലല്ല, അതിൻ്റെ പരിധികൾക്കപ്പുറം എന്നുള്ള അർത്ഥത്തിലാണ് ആ വാക്കിനെ എടുക്കേണ്ടത്. രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ് അത്താഴ സമയത്ത്. അതിന്റെ അർത്ഥം അത്താഴ കഴിച്ചുകൊണ്ടിരുന്ന സമയം എന്നുള്ളതല്ല, അത്താഴം ഒരുക്കം പൂർത്തീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഒരുക്കങ്ങളുടെ സമയത്താണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഒരുക്കം പൂർത്തീകരിച്ചു എന്നാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുകയാണ്, പിശാച് ശെമയോന്റെ പുത്രനായ യൂദാസ് കറിയോത്തയുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തോന്നിച്ചു എന്ന് പറയുമ്പോൾ അത് ആ സമയത്ത് ഉണ്ടായ ഒരു ചിന്തയാണ് എന്നാരും ധരിച്ചേക്കരുത്. പിശാചിന് തോന്നി, അല്ലെങ്കിൽ ഈ യൂദാസിന് തോന്നി ഇതാണ് അവന്റെ സമയം. അപ്പൊ യേശുവിന്റെ സമയമായി എന്ന് യേശു തീരുമാനിച്ചപ്പോ പിശാച് തീരുമാനിക്കുകയാണ് പിശാചിന്റെ സമയമായി. ക്ലിയർ ആവുണ്ടാവും. അപ്പൊ ഇത് വളരെ വളരെ ആഴത്തിൽ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. ഏതൊക്കെ സമയത്ത് ദൈവത്തിന്റെ സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ പിശാച് അവന്റെ സമയവുമായിട്ട് വരും. ആരിലൂടെയെങ്കിലും ഒക്കെ വരും. നമ്മുടെ ഉറ്റവരുടെയും ഉടയവരുടെയും ജീവിത പങ്കാളിയുടെയും മക്കളുടെയും മാതാപിതാക്കന്മാരുടെയും ഒക്കെ രൂപത്തില്, ഭാവത്തില്, നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളുടെ ഭാവത്തിൽ അത് വരും. അപ്പം ഈ തോന്നിക്കല്, ചില ഉപദേശങ്ങള്, ചില നിർദ്ദേശങ്ങള്, ഇതൊക്കെയായിട്ട് വരാം. അപ്പൊ അത് നമ്മൾ വിവേചിക്കാനായിട്ടുള്ള ഒരു കരുത്തുണ്ടാകും. ഒപ്പം തന്നെ നമ്മൾ നവീകരണത്തിലേക്ക് വന്ന പലരുടെയും ചിന്തയില് ഈ ഒരു കാര്യം ഒന്ന് കൂടുതൽ ധ്യാനിക്കേണ്ടതാണ്. ചില കാര്യങ്ങൾ വരുമ്പോൾ എനിക്കിങ്ങനെ ഒരു വെളിപ്പെടുത്തൽ കിട്ടി, എനിക്കിങ്ങനെ ഒരു വെളിപാട് കിട്ടി, എനിക്കിങ്ങനെ ഒരു സന്ദേശം കിട്ടി. ഈ സന്ദേശവും വെളിപാടും തോന്നലുകളും എല്ലാം ദൈവത്തിൽ നിന്നാകണമെന്ന് യാതൊരു നിർബന്ധമില്ല. അത് പിശാചിൽ നിന്നാവാം. എനിക്ക് ചില വെളിപാടുകള്, ചില തോന്നലുകള്, ചില വെളിപ്പെടുത്തലുകള് ഒക്കെ കിട്ടും. ആ കിട്ടുന്നത് ദൈവത്തിൽ നിന്നാണോ പിശാചിൽ നിന്നാണോ എന്ന് പ്രധാനപ്പെട്ടതാണ്. ഈ നമ്മുടെ ചില അന്ധമായ കരിസ്മറ്റിക്, എല്ലാ കരിസ്മറ്റിക്കാരെയും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ചില അന്ധമായ കരിസ്മറ്റിക്കുകാരോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് അന്നേരം തോന്നുന്നത് ദൈവിക വെളിപാടാവും. അങ്ങനെയുള്ളവരുടെ കാര്യങ്ങളിലാണ് ഞാനിത് പറയുന്നത്. ചിലപ്പോൾ പിശാചായിരിക്കും തോന്നിപ്പിക്കലുണ്ട്. ഇപ്പോ യൂദാസ് കറിയോത്ത ഒരു കരിസ്മറ്റിക്കുകാരനാണെങ്കിൽ അവൻ പറയും ഇതെന്നെ ദൈവം വെളിപ്പെടുത്തി തന്നതാ, ഞാൻ ചെയ്തേ പറ്റും. അപ്പോൾ എല്ലാ തോന്നലുകളും എല്ലാ വെളിപ്പെടുത്തലുകളും ദൈവത്തിൽ നിന്നല്ല, പിശാചിൽ നിന്നുണ്ടാകാം. അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ധ്യാനിക്കേണ്ടതാണ്. മൂന്നാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുകയാണ്, പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു. അതെന്തിനാ യോഹന്നാൻ അത് അവിടെ കുറിച്ചത്? യേശു പറഞ്ഞ കാര്യമല്ല, യേശുവിന്റെ മനസ്സിലുള്ള കാര്യമാണ് യോഹന്നാൻ വ്യാഖ്യാനമായിട്ട് പറഞ്ഞത്. അത് യോഹന്നാൻ പറയാനായിട്ടുള്ള ഒരു കാരണമുണ്ട്. യേശുവിന്റെ ദൈവത്വവും അതിൻ്റെ അധികാരവും മറന്നുകൊണ്ടല്ല ഈശോ ഈ പണിക്ക് ഇറങ്ങാൻ പോണത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. യേശുവിന്റെ ബലഹീനതയായിട്ടോ, യേശുവിന്റെ കഴിവുകേടായിട്ടോ, യേശുവിന്റെ എന്നാ പറയണ ഈ നിരാശ കൊണ്ടോ അങ്ങനെയൊന്നുമല്ല. ഇതെല്ലാം അറിഞ്ഞിട്ടും അവന്റെ സകല കരുത്തും അവന്റെ സകലതും ദൈവപിതാവ് അവനെ ഏൽപ്പിച്ചുവെന്നും അവൻ അവിടെ നിന്ന് വന്നു അവിടേക്ക് പോകുന്നുവെന്നും അങ്ങനെ ദൈവത്തിന്റെ സർവമഹത്വവും തന്നിലുണ്ടെന്നും കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈശോ ഈ മനുഷ്യനേക്കാൾ അധമമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് എന്ന് യോഹന്നാൻ പറഞ്ഞു വയ്ക്കുക. അപ്പം അത്രയും ഔന്നത്യത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ആളാണ് ഇത് ചെയ്യുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് യോഹന്നാൻ ഇത് പറയുന്നത്. നാലാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റു. അത്താഴത്തിനിടയിൽ എന്ന് വെച്ചാൽ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുകയല്ല, അത്താഴത്തിന്
എല്ലാം ഒരുങ്ങി അവരിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇനി എന്തിനാ അവൻ എഴുന്നേറ്റത്? അങ്ങനെ ഒരു ചിന്ത എന്നെ വല്ലാതെ അലട്ടി. എൻ്റെ കുറെ സമയവും പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ അതായിരുന്നു. ഈ അത്താഴത്തിന് ഇരുന്നിട്ട് പിന്നെ അവിടുന്ന് എഴുന്നേറ്റത്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ദൈവം യേശു നേരത്തെ പ്ലാൻ ചെയ്തതാണെങ്കിൽ അത് ഇരിക്കണേക്ക് മുമ്പ് ചെയ്താൽ പോരാ. നമ്മുടെ കാരണവന്മാര് പലപ്പോഴും പറയുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നിടത്തുനിന്ന് എഴുന്നേക്കരുത്. അങ്ങനെ പറയുന്ന സംസ്കാരത്തിൽ ജീവിക്കുന്ന ആളുകളായതുകൊണ്ടായിരിക്കും അവർ പക്ഷെ എൻ്റെ തലതിരിഞ്ഞ ചിന്ത അങ്ങനെ എന്തിന് ഇരുന്നവൻ പിന്നെ എഴുന്നേറ്റു. അതിന് വളരെയേറെ ധ്യാനിച്ചപ്പോഴാണ് എനിക്ക് ഉത്തരം കിട്ടിയത്. ചിലപ്പോൾ എൻ്റെ കഴിവുകേടായിരിക്കും, സമയം കൂടുതൽ ധ്യാനിക്കാൻ പോയി. എനിക്ക് ഉത്തരം കിട്ടിയത് ഇതാണ്. അവരുടെ ഇടയിൽ വലിയവനാരെന്നൊരു തർക്കം ഏറ്റവും പ്രബലമായ കാര്യമായിരുന്നു. ലൂക്കയുടെ സുവിശേഷത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ പ്രബലമായ തർക്കം ഉണ്ടാകണം, ആരാണ് വലിയവൻ. ആ വലിയവന്റെ തർക്കത്തിന് ഈശോ പല രീതിയിൽ പഠിപ്പിക്കുന്നു. ആദ്യത്തെ പ്രാവശ്യം ഈശോ ഒരു ശിശുവിനെ അടുത്ത് നിർത്തി ഉദാഹരണം പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവർ പഠിച്ചില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ശാസിക്കുന്നുണ്ട്, പലവട്ടം ശാസിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 1 തുടങ്ങി 10 വരെ ഈ വലിയവനാരെന്നുള്ള തർക്കത്തിനുള്ള ശാസന കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായം 20 തുടങ്ങി 28 വരെയുള്ള വചനഭാഗത്ത് ഈ വലിയവനാരെന്നുള്ള തർക്കത്തിന് ശാസന കൊടുക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 35 തുടങ്ങി 45 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും ഈശോ ഈ ഇവരുടെ തർക്കത്തിന് വേണ്ട നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ തർക്കം നിരന്തരമായി കടന്നു പോവുകയാണ്. യേശു വളരെ മർമ്മപ്രധാനമായ കാര്യത്തിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. യേശുവിനപ്പോൾ തോന്നിക്കാണും, ഇനി ഇവന്മാര് ഈ പരിപാടിയായിട്ട് നടന്നു കഴിഞ്ഞാല് തൻ്റെ അന്ത്യത്തോടുകൂടി തൻ്റെ ആശയങ്ങളുടെ അന്ത്യവും ഉണ്ടാകും, തൻ്റെ വചനത്തിന്റെ അന്ത്യമുണ്ടാകും. കാരണം ഏറ്റവും കൂടുതൽ അപകടം പിടിച്ച ഒരു സാധനമാണ് ഈ വലിയവനാകുക എന്നുള്ള വെപ്രാളം. ഗതികേട് കൊണ്ട് പറയേണ്ട ഒരു കാര്യം, സഭയിലെ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെ. സ്ഥാനവും അധികാരവും കൽപ്പനകളും തീട്ടൂരങ്ങളും എന്നാ പറയണേ അങ്ങനെ 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 വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ അധികാര പ്രമത്തത എന്തെല്ലാം ഗോഷ്ഠികൾ അതിനു വേണ്ടി കാണിച്ചുകൊണ്ടിരിക്കും. ഈ അധികാര പ്രമത്തത സഭയുടെ ക്രിസ്തുവിന്റെ മൂല്യങ്ങളുടെ നാശത്തിന് കാരണമാകും എന്ന വലിയ അപകടം യേശു മുൻകൂട്ടി കണ്ടിട്ടാണ് അത്താഴം കഴിക്കാൻ ഇരുന്നവൻ കഴിക്കാതെ എഴുന്നേറ്റ് ഈ പരിപാടി ചെയ്തത്. അത് അത്രയും ഗൗരവമുള്ള കാര്യം. അപ്പോൾ അവൻ ഈ അത്താഴത്തിനിടയിൽ എഴുന്നേക്കാനായിട്ടുള്ള കാര്യം ഇവരുടെ പലവട്ടം പല രീതിയിൽ ഇവരെ പഠിപ്പിച്ചിട്ട് ഈ തങ്ങളിൽ വലിയവനാര് എന്ന അവരുടെ ചിന്ത അവസാനിച്ചില്ല, തർക്കം അവസാനിച്ചിട്ടില്ല എന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവൻ എഴുന്നേറ്റ് കാല് കഴുകി ഇനി നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാല് ഒടുക്കത്തെ മാതൃക ഇരുന്നോട്ടെ എന്നോർത്ത് ചെയ്തതാകാം എന്നാണ് എൻ്റെ വിചാരം. 4-ാമത്തെ വാക്യത്തിൽ പറയാണ്, അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി. മേലങ്കി മാറ്റല് പൊതുവെ യഹൂദരുടെ ആചാരമനുസരിച്ച് 2 പ്രാവശ്യം, ഒന്ന് ഉറക്കത്തിന് പോകുമ്പോൾ, 2 ഈ അടിമവേല അതായത് ജോലി ചെയ്യുമ്പോൾ, ഈ 2 സമയത്താണ് അവര് ഈ മേലങ്കി മാറ്റി. അപ്പം ഇവിടെ മേലങ്കി മാറ്റിയത് തീർച്ചയായിട്ടും ഉറങ്ങാൻ വേണ്ടിയിട്ടല്ല, അത് ഏറ്റവും അടിമയുടെ കീഴാളപ്പണി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് സാർ. അതുപോലെ തന്നെ 5-ാമത്തെ വാക്യത്തില് തൂവാല തോർത്തരയിൽ ചുറ്റി എന്നാ പറയും. പാശ്ചാത്യ നാടുകളിലെ ചില പ്രസിദ്ധമായ ചില എഴുത്തുകള് വന്നിട്ടുണ്ട്. തോർത്തിനും ബേസണിനും ഇടയിലുള്ള ദൈവം, തോർത്തിനും ബേസണിനും ഇടയിലുള്ള ദൈവം. അതൊരു വലിയ സങ്കല്പമാണ്, അതൊന്നും പറയാൻ സമയം ഇപ്പം നിലവിലില്ല. അങ്ങനെ ഒരു ദൈവം, അങ്ങനെ ഒരു ദൈവത്തെ ഈ പ്രപഞ്ചം കണ്ടിട്ടില്ല. ഒരു ദൈവം
ഒരു തോർത്തുടുത്ത് ബേസറും പിടിച്ച് തന്റെ ശിഷ്യരുടെ കാല് കഴുകാൻ നിൽക്കുന്ന ഒരു ദൈവത്തെ അതെവിടെ കാണാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് ലോഡ് ഇൻ ബിറ്റ്വീൻ ബേസൺ ആൻഡ് ടവൽ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷിൽ ഒന്നല്ല പല ആർട്ടിക്കിളുകളും പുസ്തകങ്ങളും ഒക്കെ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. തോർത്തിനും ബേസനും ഇടയിലുള്ള ഒരു ദൈവം. തോർത്തിനും ബേസനും ഇടയിലാണ് നമ്മുടെ വചന ശുശ്രൂഷയിലായിരിക്കുന്ന പല അമ്മമാരും തങ്ങളുടെ ജീവിതം കൊടുക്കുന്നത്. അപ്പൊ തോർത്തിനും ബേസനും ഇടയിൽ ഒരു ദൈവമുണ്ട് എന്നുള്ളത് മറക്കാതിരിക്കും. അത് നമ്മളുടെ ആവേശമാണ്. അപ്പം അവൻ തോർത്തുടുത്ത് എന്ന് പറയുമ്പോൾ അധമനായ അടിമയുടെ പണിയും വേഷവുമാണ് അവൻ ചെയ്യുന്നത് എന്നാണ് അതിന്റെ സൂചന. ഇനി ഇവിടെ പറയാതെ പറയുന്ന ചില കാര്യങ്ങള് വചനത്തില് നിന്ന് ഞാൻ അടർത്തിയെടുക്കുക. യേശു ആരുടെ പാദമായിരിക്കും ആദ്യം കഴിഞ്ഞത്? ആരുടെ ആയിരിക്കും? തീർച്ചയായിട്ടും പത്രോസിന്റെ അല്ല. കാരണം ഇവിടെ വചനത്തിൽ ആദ്യം പറയുന്നുണ്ട് അവന്റെ കാലുകൾ കഴുകി തൂവാല കൊണ്ട് തുടയ്ക്കാൻ ആരംഭിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പത്രോസിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ പണി തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് പത്രോസിന്റെ കാലിന്റെ അടുത്ത്. അപ്പൊ തീർച്ചയായിട്ടും പത്രോസിന്റെ അല്ല. അപ്പൊ പിന്നെ ആ സമയത്ത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് യൂദാസാണ്. നമ്മുടെ പാരമ്പര്യം പറയുന്നത് യേശു ആദ്യം കാല് കഴുകിയത് യൂദാസിൻ്റെതാണ്. അത് പാരമ്പര്യത്തില് നമ്മുടെ സഭാപിതാക്കന്മാര് പറഞ്ഞു വെക്കുന്നത് ഈ യൂദാസിന്റെയാണ് ഏറ്റവും ആദ്യം കാല് കഴുകിയത്. അതിന് സാധ്യതയാണ്. അതിന് പൂർണ്ണമായിട്ടും ബൈബിള് നമുക്ക് വ്യക്തമായ തെളിവ് തരുന്നില്ലെങ്കിലും പത്രോസിന്റെ അല്ല എന്നൊരു സൂചന ഇന്നത്തെ വചനഭാഗത്തിലുണ്ട്. അങ്ങനെയല്ല, പത്രോസിന്റെ അല്ലെങ്കിൽ പിന്നെ ആരുടെ ആയിരിക്കണം? തീർച്ചയായിട്ടും അത് ഈ ദിവസങ്ങളിൽ പ്രാധാന്യമുള്ളത് പ്രധാനാചാര്യൻ, ഈ ദിവസങ്ങളിലെ പ്രധാനാചാര്യൻ യൂദാസാണ്. അപ്പൊ തീർച്ചയായിട്ടും യൂദാസിന്റെ തന്നെ ആയിരിക്കണം എന്ന് വേണം നമ്മൾ നിഗമിക്കാൻ. കാരണം മനസാക്ഷിക്കടിയില്ലാതെ ആ കാല് കഴുകലിന് കാല് നീട്ടിക്കൊടുക്കാനായിട്ട് പത്രോസിന്റെ അടുത്ത് എത്തുമ്പോഴല്ലേ പ്രതികരിക്കുന്നുള്ളൂ. വേറെ ആരും പ്രതികരിച്ചിട്ടില്ലല്ലോ. ഒരുപക്ഷെ രണ്ടാമൻ പത്രോസ് ആയിരുന്നിരിക്കും. ഏതായാലും ആദ്യത്തവനല്ല പത്രോസ്. അത് വചനത്തിന്റെ വരികൾക്കിടയിൽ നമുക്ക് വ്യക്തമാണ്. അപ്പോ ഒന്നാമത്തവൻ മിക്കവാറും യൂദാസ് ആയിരുന്നിരിക്കണം. അവൻ പോരട്ടെ എന്നോർത്ത് കഴിച്ചും കാണും. നമ്മുടെ ചില അമ്മമാര് അങ്ങനെയുണ്ടല്ലോ, അമ്മമാരെക്കാൾ കൂടുതൽ അപ്പന്മാരാ. ഈ ആരെങ്കിലും താങ്ങാനുണ്ടെങ്കിൽ ചാരാൻ താല്പര്യം കാണിക്കും. ഏതായാലും നീ അടിക്കുകയല്ലേ, എന്നാ ഇതും കൂടി അങ്ങോട്ട് അടിച്ചേര് എന്ന് പറഞ്ഞ് കുറച്ച് വേസ്റ്റോടെ വാരിയിടുന്ന സ്വഭാവം ഉണ്ടാവും. ഈ ചില പ്രായമായ മനുഷ്യര് അവര് സ്റ്റെപ്പൊക്കെ വിഷമിച്ച് കയറണ കാണുമ്പോൾ ആരെങ്കിലും പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഈ ഭാരം മുഴുവൻ പിടിച്ചവന്റെ തലയിലേക്കാണ്. പിടിക്കാൻ ചെന്നില്ലെങ്കിൽ അവരെങ്ങനെയെങ്കിലും കയറി പോകോളും. പക്ഷെ പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ വെച്ചു എന്ന് പറഞ്ഞോണം. ഒരുപക്ഷെ യൂദാസ് കാല് കഴുകാൻ തുടങ്ങിയപ്പോ ഏതായാലും കഴിവല്ല, മര്യാദയ്ക്ക് കഴിയുമ്പോ എന്ന് പറഞ്ഞ് കാല് നീട്ടി കൊടുത്തതാണ്. പത്രോസിനത് പറ്റിയില്ല. ഏതായാലും ഇവിടെ കഴുകി എന്നുള്ള ഒരു വാക്ക് എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നിപ്റ്റോ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിപ്റ്റോ എന്ന് വെച്ചാല് ഭാഗികമായ കഴുകലാണ്. ബാപ്റ്റോ എന്ന് പറഞ്ഞാല് പൂർണ്ണമായ, അതായത് മുക്കി കഴുകണ തന്നെയാണ്. അതുകൊണ്ടാണ് ബാപ്റ്റിസം എന്ന വാക്ക് മാമോദീസയ്ക്ക് വന്നത്. പരിപൂർണ ശുദ്ധീകരണമാണ് ബാപ്റ്റോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അതേസമയം ഈ നിപ്റ്റോ എന്ന് വെച്ചാല് ഭാഗിക ശുദ്ധീകരണമാണ് എന്നർത്ഥം. അതുപോലെ തന്നെ തുടയ്ക്കുക എന്ന വാക്ക് എക്മാസോ എന്ന വാക്കാണ് ഉപയോഗിച്ചുള്ളത്. എക്മാസോ എന്ന് വെച്ചാല് അത് കംപ്ലീറ്റ് വടിച്ചെടുക്കുക എന്നുള്ള, ആ ഭാഗത്തെ മുഴുവൻ ജലത്തെയും ആഗീകരണം ചെയ്തെടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ആറാമത്തെ വാക്യത്തില് നമ്മൾ പറയുകയാണ്, ആ വാക്യം വായിക്കുകയാണ്, അവൻ ശെമയോൻ പത്രോസിന്റെ അടുത്തെത്തി. ശ്രദ്ധിച്ചേ, ഈ അഞ്ചാമത്തെ വാക്യത്തില് കഴുകാനും തുടയ്ക്കാനും തുടങ്ങി എന്ന് പറഞ്ഞു വയ്ക്കുക. ആ തുടക്കം കഴിഞ്ഞിട്ടാണ് പത്രോസിന്റെ അടുത്ത് എത്തുന്നത്. ആറാമത്തെ വാക്യത്തിലാണ് പത്രോസിന്റെ അടുത്ത്.
അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പത്രോസിന്റെ അല്ല ആദ്യം തുടച്ചത് കഴുകിയത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ ഒരു പക്ഷേ യൂദാസിന്റെ ഒരാളുടെ കഴിഞ്ഞാണ്, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കഴിഞ്ഞാണ്. ഒന്ന് കഴിഞ്ഞ കാണാനാണ് സാധ്യത കൂടുതൽ. രണ്ടാമത്തെ ആളായിരിക്കും പത്രോസ്. ഇത് സാധ്യതയാണ് കേട്ടോ, ഉറപ്പിച്ചൊന്നും നിങ്ങൾ എടുത്തേക്ക്. ഇനി പത്രോസ് പറയുകയാണ്, കർത്താവേ നീ എൻ്റെ കാൽ കഴുകുകയാണ്. യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, പിന്നീട് അറിയും. അപ്പോ പിന്നീട് എന്നുള്ള പദപ്രയോഗം, പിന്നീട് അറിയും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അങ്ങോട്ട് പിന്നിലേക്ക് പോണില്ല. 12 തുടങ്ങി 17 വരെയുള്ള വാക്യങ്ങളിൽ യേശു അതിന് വിശദീകരണം കൊടുക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് കാല് കഴുകിയത് എന്നുള്ളത്. ഈ പിന്നീട് എന്നുള്ള പദപ്രയോഗം യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകതയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പിന്നീട് എന്നുള്ള പദപ്രയോഗം ഏതാണ്ട് ഈ പിന്നീട് എന്ന പദപ്രയോഗം അത് പല രീതിയിൽ അവതരിപ്പിക്കാറുണ്ട്. അതിനുശേഷം എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഏതായാലും ഈ ഒരു അർത്ഥത്തിൽ പിന്നീട് എന്നുള്ള പദപ്രയോഗം 15 പ്രാവശ്യം യോഹന്നാൻ ഉപയോഗിക്കുന്നു. അതേസമയം യോഹന്നാൻ ഒഴികെയുള്ള മറ്റ് പുതിയ നിയമഗ്രന്ഥങ്ങളിൽ ആകെ 8 പ്രാവശ്യമേ ഈ ഒരു വാക്ക് വരുന്നുള്ളൂ. കാരണം യോഹന്നാൻ തൻ്റെ ഈ അവതരണത്തിന്റെ സമയനിഷ്ഠ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിന്നീട് എന്നുള്ള സമയത്തിന്റെ കൃത്യത വായനക്കാരിൽ ബോധ്യം വരുത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു ശൈലി, അതൊരു ഭാഷാശൈലിയാണ്. അത് ഈ യോഹന്നാൻ എടുത്തിട്ടുള്ള, പ്രത്യേകിച്ച് അത് ഗ്രീക്ക് ചിന്തകളുടെ ഭാഷാശൈലിയാണ്. ഇനി 8ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ പിന്നീട് അറിയുന്ന പറഞ്ഞ പത്രോസ് പറയുന്നു നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത്. ഒരിക്കലും എന്ന് വെച്ചാൽ യാതൊരുവിധ കാരണവശാലും എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ യേശുവിന്റെ മറുപടി 9ാമത്തെ വാക്യത്തിൽ ഇതാണ്, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ എനിക്ക് നിനക്ക് എന്നോട് കൂടി പങ്കില്ല. ഇത് വളരെ ആഴത്തിൽ ചിന്തിക്കപ്പെടേണ്ടതാണ്. ഒന്ന്, യേശു കഴുകുന്നില്ലെങ്കിൽ പങ്കില്ല എന്ന കാര്യത്തിൽ 1ാമത്തെ അർത്ഥം ഇതാണ്, ഈ ഒരു മാതൃക, അതായത് അധികാരമുള്ളവൻ, ആരോഗ്യമുള്ളവൻ, കഴിവുള്ളവൻ, സമ്പത്തുള്ളവൻ ഏതില്ലാത്തവനിലേക്ക് അത് കൊടുക്കാൻ തയ്യാറാകുന്നുവോ, ഈ ഒരു മാതൃക സ്വീകരിക്കാത്തവന് യേശുവുമായിട്ട് പങ്കില്ല. ഇതാണ് 1ാമത്തെ അർത്ഥം. ഈ ഒരു മാതൃക, എളിമയുടെ, സേവനത്തിന്റെ, പങ്കുവെപ്പിന്റെ മാതൃക സ്വീകരിക്കാത്തവന് യേശുവുമായിട്ട് പങ്കില്ല. ഇതാണ് 1ാമത്തെ അർത്ഥം. ക്ലിയർ ആയോ? ഈ ഒരു മാതൃക സ്വീകരിക്കുക, യേശുവിന്റെ മാതൃക സ്വീകരിക്കാത്തവന് യേശുവുമായിട്ട് പങ്കില്ല. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ ആത്മശോധന ചെയ്യണം. യേശു പഠിപ്പിച്ച ഈ മാതൃക നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടോ എന്നുള്ളത്. 2ാമത്തെ അർത്ഥം ഇതാണ്, യേശു കഴുകിയാലേ ശുദ്ധിയാവും. ഇളയപ്പനും വല്യപ്പനും അപ്പനും അമ്മയൊക്കെ കഴുകിയാലൊന്നും ശുദ്ധിയാവൂല. നാട്ടുകാർ കഴുകിയാലും ശുദ്ധിയാവില്ല. പോലീസുകാർ ജയിലിൽ കൊണ്ടുപോയിട്ട് കഴുകിയാലും ശുദ്ധിയാവില്ല. ശുദ്ധിയാകണമെങ്കിൽ യേശു കഴുകണം. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് പങ്കില്ല. അപ്പൊ യേശുവിന്റെ പങ്ക് സ്വർഗരാജ്യത്തിന്റെ പങ്കായിക്കോട്ടെ, ദൈവാനുഗ്രഹത്തിന്റെ പങ്കായിക്കോട്ടെ, ഏത് പങ്കും ആയിക്കോട്ടെ, യേശുവിന്റെ പങ്ക് എനിക്ക് ലഭിക്കണമെങ്കിൽ ഞാൻ യേശുവിനാൽ ശുദ്ധീകരിക്കപ്പെടണം എന്നർത്ഥം. യേശുവിനാൽ ശുദ്ധീകരിക്കപ്പെടണം. അപ്പൊ 1ാമത്തെ അർത്ഥം, യേശുവിന്റെ മാതൃക സ്വീകരിച്ചവർക്ക് യേശുവിന്റെ പങ്ക് ലഭിക്കുകയുള്ളൂ. 2ാമത്തെ അർത്ഥം ഇതാണ്, യേശുവിനാൽ ശുദ്ധീകരിക്കപ്പെട്ടവർക്ക് യേശുവിന്റെ പങ്ക് ലഭിക്കുകയുള്ളൂ. 3ാമത്തെ അർത്ഥം ഇതാണ്, ശുശ്രൂഷയാണ് യേശുവിന്റെ പങ്കാളിത്തത്തിന്റെ സ്വഭാവം. ശുശ്രൂഷയാണ് പങ്കാളിത്തം. നമ്മൾ പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരെ ജീവിത പങ്കാളി എന്ന് പറയും. എന്തർത്ഥത്തിലാ പങ്കാളി എന്ന് പറയണേ?
കാര്യം അന്വേഷിക്കണോ, വിവരം അന്വേഷിക്കണോ, ചോദ്യം ചെയ്യണോ, അല്ലെങ്കിൽ കൺട്രോൾ വെക്കണോ, ലക്ഷ്മണരേഖ വരയ്ക്കണോ, അതിന്റെയൊക്കെ പേരിലല്ല. ആയിരിക്കാം, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കാം. പക്ഷെ ക്രിസ്തുവിന്റെ ഭാഷയില് നീ എന്ത് സേവനം ചെയ്തിട്ടുണ്ട് എന്നതിന്റെ അടിത്തറയിലാണ്, നീ എന്ത് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് എന്നതിന്റെ അടിത്തറയിലാണ്. ശുശ്രൂഷയാണ് പങ്കാളിത്തം തീരുമാനിക്കുന്നത്. ശുശ്രൂഷയാണ് പങ്കാളിത്തം തീരുമാനിക്കുന്നത്. നീ നിന്റെ ഇടവകയില് നിനക്ക് പങ്കുണ്ടോ എന്നറിയണമെങ്കിൽ നീ ഇടവകയ്ക്ക് എന്ത് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. നീ നിന്റെ ജീവിത പങ്കാളിയുടെ പങ്കാളിയാണ് എന്ന് നീ പറയണമെങ്കിൽ നീ എന്ത് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. നിന്റെ മക്കളുടെ ജീവിതത്തിൽ നിനക്ക് പങ്കുണ്ടെന്ന് നീ പറയണമെങ്കിൽ നീ എന്ത് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. എന്നെ പോലെ ഒരു ഇടവക വികാരി തന്റെ ഇടവകയിൽ അവന് പങ്കുണ്ടെന്ന് പറയണമെങ്കിൽ അവൻ എന്ത് ശുശ്രൂഷ ഇടവകയ്ക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ പങ്കുണ്ടാകുന്നത് ശുശ്രൂഷയിലാണ്. ശുശ്രൂഷ ചെയ്യാത്തവർക്ക് പങ്കില്ല എന്നാണ് മൂന്നാമത്തെ അർത്ഥം. ശുശ്രൂഷ ചെയ്യാത്തവർക്ക് പങ്കില്ല. ശുശ്രൂഷ സ്വീകരിക്കുകയും ശുശ്രൂഷ കൊടുക്കുകയും ചെയ്യും. ഇനി 9-ാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്, ശിമോൻ പത്രോസ് പറഞ്ഞു, എങ്കിൽ കാൽ മാത്രമല്ല കരങ്ങളും ശിരസ്സും കൂടി കഴുകണമേ. എന്തുകൊണ്ടാണ് പത്രോസ് അത് പറഞ്ഞത്? 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ശുദ്ധീകരണമാണെന്ന് എന്തൊക്കെയോ, ഈ കാണിക്കുന്ന കാര്യമൊന്നും അല്ല, ഇതിനപ്പുറം എന്തൊക്കെയോ കാര്യമുണ്ട് എന്ന് പത്രോസിന് മനസ്സിലായിരുന്നു. അപ്പൊ പത്രോസ് പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോന്നത് ഞാൻ പോരട്ടെ എന്നോർത്ത് പത്രോസ് പറയാണ്, എങ്കിൽ കാല് മാത്രമല്ല ബാക്കി മൊത്താണ്ട് കഴിയുമ്പോൾ. അപ്പോ ഏറെക്കുറെ യൂദാസിന്റെ ശൈലിയിലേക്ക് അല്പസ്വല്പം മാറിയുന്ന ആർത്ഥത്തിൽ നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയാം, പോസിറ്റീവായിട്ട് ദൈവത്തിന്റെ ശുദ്ധീകരണത്തിന്റെ പ്രക്രിയ പൂർണ്ണമായിട്ട് ആഗ്രഹിച്ചു എന്ന് പോസിറ്റീവായിട്ടും പറയാം. രണ്ടാമതായിട്ട് കർത്താവിന്റെ പങ്കിനോടുള്ള കർത്താവിന്റെ പങ്ക്, കർത്താവാണ് എന്റെ പങ്ക് എന്ന് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. എന്റെ ഓഹരി, കർത്താവാണ് എന്റെ ഓഹരി. അപ്പൊ എന്നതുപോലെ ഇവിടെ പത്രോസിന് ആ ഓഹരി കൂടുതൽ കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടും കൂടി ആകാം. ഒന്നുകിൽ ആത്മീയ ശുദ്ധീകരണം നടക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ കർത്താവിന്റെ ഓഹരി കിട്ടണം എന്ന ആഗ്രഹം കൊണ്ട്. അതുകൊണ്ടാണ് പത്രോസ് അത് പറഞ്ഞത്. 10-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, കുളി കഴിഞ്ഞവന്റെ കാലുകൾ മാത്രം കഴിയാം. കുളി കഴിഞ്ഞവൻ എന്ന് വെച്ചാല് ഒറ്റക്കുളി എന്നുള്ള അർത്ഥത്തിൽ എടുത്തേക്കരുത്. നമ്മളൊക്കെ ഈ വിഷമിച്ച് ഒരു ദിവസം കുളിക്കണവരാ. പക്ഷെ യഹൂദരെ സംബന്ധിച്ചിടത്തോളം പെസഹായ്ക്ക് അതിന്റെ ഒരുക്കത്തിന് മുമ്പായിട്ട്, പെസഹ ഒരുക്കത്തിന് മുമ്പായിട്ട് ഒരു കുളിയും, എല്ലാം ഒരുക്കി കഴിയുമ്പോൾ പോയി ഒരു കുളിയും കൂടി, അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇരിക്കണേ. ആ ഇരിപ്പ്, അപ്പൊ സത്യത്തില് യേശുവും ശിഷ്യന്മാരും കൂടി ഇരിക്കുന്നതിന് മുമ്പ് 2 കുളി കഴിഞ്ഞിട്ടുണ്ട്. ഒന്നല്ല, 2 കുളി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് കുളി കഴിഞ്ഞവന്റെ പാദം മാത്രം കഴിയാൻ മതിയെന്ന്. എന്നിട്ട് ഈശോ അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. എന്താ അതിന്റെ അർത്ഥം? 2 അർത്ഥത്തിലാണ്. 2 കുളി കഴിഞ്ഞവരാണ്, അതുകൊണ്ട് ബാഹ്യമായ ശുദ്ധിയുണ്ട്. മാത്രമല്ല ക്രിസ്തുവാണ് അവരുടെ ഗുരു. അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഉള്ളു ക്രിസ്തു വായിച്ചിട്ടുണ്ട്, അവരപ്പോ ഉള്ളു ശുദ്ധിയുള്ളവരാണ് എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ ക്രിസ്തു പറയാണ് എല്ലാവരും അല്ല. അപ്പോ നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്, എല്ലാവരും ശുദ്ധിയുള്ളവരാണെന്ന് പറയുമ്പോൾ അത് ബാഹ്യമായ അർത്ഥം. കാരണം യൂദാസും 2 കുളി കുളിച്ചേക്കണവനാ, ഇവരും കുളിച്ചേക്കണതാ, എല്ലാവരും കുളിച്ചേക്കണവരാ. അപ്പൊ നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറയുമ്പോൾ ഈശോ ഉദ്ദേശിക്കുന്ന ശുദ്ധി വളരെ ക്ലിയർ ആണ്. അത് ആന്തരികമായ ശുദ്ധിയാണ്. അപ്പൊ ഈ യൂദാസ് ഒഴികെ ബാക്കിയുള്ളവര് ആന്തരികമായ ശുദ്ധിയുള്ളവരാണ് എന്ന് സർട്ടിഫിക്കറ്റ് ഈശോ മരിക്കുന്നതിന് മുമ്പ് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആയോ? ഇവരെയൊക്കെ നമ്മൾ നാളെ ഒക്കെ കുറ്റം പറയും. യേശു പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇവരൊക്കെ ഓടിപ്പോയി എന്ന് നമ്മൾ കുറ്റം പറയുമ്പോൾ വെള്ളിയാഴ്ച കുറ്റം പറയുന്നവരാ. പക്ഷേ ഇവര് ശുദ്ധിയുള്ളവരാണെന്ന് ഈശോ സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കണവരാണെന്ന് കൂടി നമ്മൾ പഠിക്കും. ക്ലിയർ ആവുണ്ടോ? അപ്പൊ പരിപൂർണമായിട്ടും തെറി പറഞ്ഞേക്കരുത്. നാളെ വെള്ളിയാഴ്ച പീഡാനുഭവ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ പത്രോസ്ലീഹനെയും മറ്റു സ്ലീഹന്മാരെ ഒന്നും പൂർണ്ണമായിട്ട് തെറി പറഞ്ഞേക്കരുത്. കർത്താവ് ശുദ്ധിയുള്ളവരാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ്. ബീന ഫിലിപ്പ് ആമുഖത്തിൽ പറഞ്ഞതുപോലെ കർത്താവ് ഇഷ്ടപ്പെട്ടിട്ട് വിളിച്ചവരൊക്കെയാണ് പുരോഹിതർ. അപ്പൊ ഇഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റ് ഉള്ളവരൊക്കെയാണ് പുരോഹിതരൊക്കെ. പിന്നെ നമുക്ക് ഇഷ്ടക്കേട് ഉണ്ടാവണം, നമ്മുടെ കുഴപ്പമുണ്ട്, അതെന്തോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ്,
ഇവർ ശുദ്ധിയുള്ളവരാണെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയവരാണ് എല്ലാ അപ്പസ്തോലന്മാരും, യൂദാസ് ഒഴികെ. അതിനുശേഷം നമ്മുടെ സമയം അതിക്രമിച്ചു. അതിനുശേഷം ഈശോ പറയുകയാണ്, നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവ് എന്നും ആണല്ലോ വിളിക്കുക. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ രണ്ട് പട്ടങ്ങള് ഒരാൾക്ക് ചാർത്തി കൊടുക്കുന്നത് യഹൂദ പാരമ്പര്യത്തിൽ അപൂർവങ്ങളിൽ അപൂർവം. ഒന്നുകിൽ ഗുരു എന്ന് വിളിക്കപ്പെടും, അല്ലെങ്കിൽ കർത്താവ് എന്ന് വിളിക്കപ്പെടും. അത് സ്വാഭാവികമാണ്. ഇതിലേതെങ്കിലും ഒന്ന് വിളിക്കപ്പെടുക ഔന്നത്യമുള്ള ശ്രേഷ്ഠരെ, ഔന്നത്യമുള്ള യഹൂദ പ്രമാണിമാരെ വിളിച്ചിരുന്നതാണ് ഒന്നുകിൽ കർത്താവ് അല്ലെങ്കിൽ ഗുരു. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഒരാളെ വിളിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കാര്യമാണ്. അപ്പൊ അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായ വിശേഷണമായിരുന്നു യേശുവിന് കൊടുത്തിരുന്നത്. അതുകൊണ്ട് യേശു പറയുകയാണ്, ഇത്രയും വലിയ വിശേഷണം നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്, ആ വിശേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാനിത് ചെയ്തെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യാൻ കടപ്പെട്ടവരാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരണവാനായ കർത്താവ് തിരുസന്നിധിയിൽ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. ഗുരുവും കർത്താവും അതിനേക്കാളെല്ലാം ഉപരി ദൈവവുമായ അങ്ങ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിന്റെ മാതൃക കാണിച്ചു തന്നവനാണല്ലോ. നിന്റെ പങ്ക്, ദൈവത്തിന്റെ ഓഹരി എനിക്ക് ലഭ്യമാകണമെന്നുള്ളതാണ് എൻ്റെ സ്വപ്നവും എൻ്റെ ലക്ഷ്യവും. ഞങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളും സാഫല്യങ്ങളും അത് തന്നെയാണ്, സ്വർഗരാജ്യം ലഭിക്കുക എന്നുള്ളത്. അത് ലഭിക്കണമെങ്കിൽ, നിന്റെ ഓഹരി ലഭിക്കണമെങ്കിൽ നിന്റെ ഈ സ്വഭാവം ഞങ്ങൾ സ്വന്തമാക്കേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കും. നല്ല ദൈവമേ, ഈ സ്നേഹത്തിന്റെ പുതിയ കൽപ്പന ഞങ്ങളുടെ ജീവിതത്തിലുടനീളം പ്രായോഗികമാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ശുശ്രൂഷ ചെയ്തുകൊണ്ട് നിന്റെ ഓഹരി സ്വന്തമാക്കാൻ ഉള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. കഴിഞ്ഞ ഒരു രാവും പകലും ശുശ്രൂഷ ചെയ്തവരെ അവിടുന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. തുടർന്ന് ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന വൈദികരുടെയും അതുപോലെ തന്നെ അൽമാരുടെയും ഒക്കെ ഗ്രൂപ്പിനെ അവിടുന്ന് പ്രത്യേകമായിട്ട് 2 ഗ്രൂപ്പിന് ഇപ്പോൾ നാളെ പകലും രാത്രിയും ശുശ്രൂഷ ചെയ്യുകയാണ്. ആ 2 ഗ്രൂപ്പിനെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശിംശേശ്വരി.